ഇന്ന് ഞാൻ ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വളരെ എളുപ്പമാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പം നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ചോറൊന്ന് കുക്ക് ചെയ്തിട്ട് മാറ്റി വെക്കുക, തണുക്കാനായിട്ട് മാറ്റി വെക്കുക. ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഒരിക്കലും ചൂടുള്ള ചോറ് ഈ ഫ്രൈഡ് റൈസിൻ്റെ കൂട്ടിലേക്ക് ആഡ് ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചോറൊക്കെ കൂടെ കട്ട പിടിച്ചിട്ട് ഒരു കഥാവും. അതുകൊണ്ട് തണുപ്പിച്ചിട്ട് മാത്രം ചോറ് ചേർക്കുക. പിന്നെ നല്ല നീളമുള്ള അരി സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് എടുക്കുന്നത്. നീളമുള്ള അരി ആകുമ്പോഴാണ് അത് കാണാനും ഭംഗി, ടേസ്റ്റും കൂടുതൽ. അപ്പം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ബ്രാൻഡിൻ്റെ ലോങ് ഗ്രെയിൻ റൈസ് സെലക്ട് ചെയ്തിട്ട് അത് യൂസ് ചെയ്യുക. ഇനി ഇതിൽ നിന്ന് 500 ഗ്രാം അരി മെഷർ ചെയ്തെടുക്കുക. ഇത് 250 ഗ്രാമിൻ്റെ മെഷറിംഗ് കപ്പാണ്. ഇതുപോലത്തെ 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ അരി നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് അരമണിക്കൂറോളം നേരെ ചുടുവെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഞാൻ ഈ പാക്കറ്റിലെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ടാണ് ചോറ് വേവിക്കുന്നത്. അപ്പം നിങ്ങൾ വേറെ ഏതെങ്കിലും ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിലെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ട് ഉണ്ടാക്കുക. ഇനി നമുക്ക് ഈ അരി ഒന്ന് കുതിർന്ന് വരുന്ന സമയം കൊണ്ട് ചിക്കൻ വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ചിക്കൻ എടുക്കുക. എന്നിട്ട് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. നമ്മുടെ അരി കുതിർക്കാൻ വെച്ചിട്ട് ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. 1 കപ്പ് റൈസിന് 5 കപ്പ് വെള്ളമാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് റൈസ് എടുത്തുകൊണ്ട് 10 കപ്പ് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിലും ചേർത്ത് കൊടുക്കുക. ചോറ് കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ചേർക്കുന്നത്. ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ പാൻ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുക. ഇത് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കുക്ക് ആവണമെന്നില്ല, ഒരു 90% ആയാൽ മതി. ബാക്കി നമ്മൾ ആ മസാല ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇടുമ്പോൾ ശരിയായിക്കോളും. പിന്നെ ചോറ് വെന്ത് വന്നിട്ടുള്ള വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ഒന്നുമില്ല, നമ്മളൊരു വറ്റെടുത്തിട്ട് ഇങ്ങനെ പ്രസ്സാക്കി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എത്രത്തോളം കുക്കായിട്ടുണ്ടെന്ന്. അങ്ങനെ ഒരു 90% ഒക്കെ ആയി കഴിയുമ്പം ഈ വെള്ളത്തിൽ നിന്ന് ചോറൊന്ന് ഊറ്റിയെടുക്കുക. എന്നിട്ട് തണുക്കാൻ വെക്കുക. ഞാൻ പറഞ്ഞില്ലേ, തണുത്ത ചോറാണ് ഫ്രൈഡ് റൈസിൻ്റെ മിക്സിലേക്ക് ആഡ് ചെയ്യേണ്ടത്. ചോറ് ഊറ്റിയെടുത്തിട്ട് തണുക്കാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ പാത്രം എടുക്കുക. എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പം ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചതും പിന്നെ കുറച്ച് സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റും ചേർത്ത് കൊടുക്കുക. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുക്കണം. വെളുത്തുള്ളി ഒന്ന് വഴണ്ടി വന്ന് കഴിഞ്ഞാൽ നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാബേജും ക്യാപ്സിക്കവും ക്യാരറ്റുമാണ് എടുത്തിട്ടുള്ളത്. ക്യാബേജും ക്യാപ്സിക്കവും ഞാൻ 2 ടേബിൾ സ്പൂൺ വീതം, ക്യാരറ്റ് 1.5 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ വെജിറ്റബിൾസ് വേണമെന്നുണ്ടെങ്കിൽ വേവിച്ചിട്ടുള്ള കോണും ഗ്രീൻ പീസും ഒക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം ബേസിക് ആയിട്ടുള്ളത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ചെറുതായിട്ട് മുറിച്ചിട്ടുള്ള വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ആദ്യം ചേർക്കാഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഉള്ളി നല്ലോണം വഴണ്ട് പോവും. ഈ വെജിറ്റബിൾസും ഉള്ളിയൊക്കെ ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി, വല്ലാതെ വേവിക്കേണ്ട. എല്ലാം നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടുന്ന പാകത്തിലാവണം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കുക. ഇനി 1.5 ടീസ്പൂൺ വിനീഗറും 1/2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
ഇനി കുറച്ച് വൈറ്റ് പെപ്പർ പൗഡറും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഈ മസാല ഒന്ന് സൈഡിലേക്ക് നീക്കുക. നമ്മുടെ മുട്ട ചിക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ മസാല ഒന്നും ഇല്ലാത്ത ഭാഗത്തേക്ക് മുട്ട ഒഴിച്ചിട്ട് നല്ലോണം ചിക്കി എടുക്കുക. എന്നിട്ട് മുട്ട ഒന്ന് വെന്ത് കഴിഞ്ഞാൽ മസാലേൻ്റെ കൂട്ടത്തിലിട്ടിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് വേവിച്ച ചിക്കൻ ഒന്ന് പിച്ചിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അധികം ചെറിയ പീസസ് ആക്കണ്ട, കുറച്ച് കട്ടിയിലിരിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ മിക്സ് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ തണുക്കാൻ വെച്ചിട്ടുള്ള ചോറും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒരു 1/2 ടീസ്പൂൺ വിനീഗർ കൂടെ ചേർക്കുക. ആ ഒരു ചൈനീസ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഉപ്പും കുരുമുളകൊക്കെ പാകത്തിനാണോ നോക്കുക. എരിവ് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരിത്തിരി കുരുമുളക് പൊടി കൂടെ ചേർത്താൽ മതി. ചൂടോട് കൂടെ തന്നെ സെർവ് ചെയ്യാൻ നോക്കുക. അപ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക. പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ റെസിപ്പീസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്